ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ നോക്കാം, നമ്മൾ സെക്കൻഡ് ഇയർ ഫിസിക്സിൽ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്ററുകൾ, ഈ രണ്ട് ചാപ്റ്ററുകളും പരസ്പരം റിലേറ്റഡ് ആണ്. ആ രണ്ട് ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ചിൽ വരുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചിട്ട്, റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഏത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇത് രണ്ടും വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ്. സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ രണ്ട് ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ചാർജിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം എത്ര ടൈപ്പ് ചാർജ് ഉണ്ട്? രണ്ട് ടൈപ്പ് ചാർജുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ചാർജസ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെ ചാർജുകളാണുള്ളത്? പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. രണ്ട് ടൈപ്പ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഈ പേര് കൊടുത്ത സയന്റിസ്റ്റിനെ ഓർമ്മ ഉണ്ടാവില്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നുള്ള സയന്റിസ്റ്റ് ആണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ നെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് ചാർജുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്, ഇപ്പോ രണ്ട് പോസിറ്റീവ് ചാർജുകളാണ് ഉള്ളതെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിലാണെങ്കിലും അവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. അതേസമയം ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്? ലൈക്ക് ചാർജസുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. പോസിറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇനി പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണോ അതോ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ? നിങ്ങൾ സ്കാലറും വെക്ടറും ഒക്കെ ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്കാലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ്. നമ്മളിപ്പോ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ചാർജിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ പറയാൻ പറ്റുമോ? ഇന്ന ഡയറക്ഷനിലാണ് ചാർജ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചാർജ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഈ ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കൂളോം. നമ്മൾ ഡിനോട്ട് ചെയ്യാം, സി എന്ന് ഡിനോട്ട് ചെയ്യും. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സി. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ? നമ്മളൊരു ബോഡി എപ്പോഴാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയാ? എപ്പോഴായിരിക്കും? ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കണം. പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതേപോലെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലുള്ള ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡും ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലുള്ള ഒരു ബോഡി എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡുമായിരിക്കും. ഇനി ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചാർജിനെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളോം. സി എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എക്സസ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ചാർജിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ ഇത്രയുമാണ് ചാർജിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി ഒരു ബോഡിയെ എങ്ങനെ ചാർജ് ചെയ്യാം അതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡുകളാണുള്ളത്. അതില് ഫസ്റ്റ് മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ നമുക്കതിനെ റബ്ബിംഗ് എന്ന് പറയാം. ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ റബ്ബിംഗ്. ഇത് നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. അവിടെ നിങ്ങൾ സ്കെയിലൊക്കെ തലയിൽ റബ്ബ് ചെയ്തിട്ട് ചെറിയ പേപ്പർ പീസിലൊക്കെ കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഈ പേപ്പർ പീസ് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ സ്കെയിലിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഈ സ്കെയിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്കെയിലും ഹെയറും തമ്മിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. അപ്പൊ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോഡി എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ഉള്ളതും. ഒരു ബോഡി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ഉള്ളതുമായിട്ട് മാറും. അപ്പൊ ഈ സ്കെയിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്കെയില് ചാർജ്ഡ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ റബ്ബിംഗ് വഴി കിട്ടുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇതിന് വേറൊരു എക്സാമ്പിൾ ആണ് ഇടിമിന്നൽ ഉണ്ടാവുന്നതൊക്കെ. ഇടിമിന്നൽ ഉണ്ടാവാൻ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുന്ന് ഇത്രയും ചാർജ് വരുന്നത് എവിടുന്നാണ്? മേഘങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അവ എയറിനായിട്ടും മറ്റു മേഘങ്ങളായിട്ടുള്ള കോണ്ടാക്ട് മൂലം, റബ്ബിംഗ് മൂലം അതിലെന്ത് ചെയ്യും? ഒരുപാട് എമൗണ്ട് ചാർജ് സ്റ്റോർ ചെയ്യും. ആ ചാർജ് ആണ് എന്തായിട്ട് വരുന്നത്? മിന്നലായിട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ സംഭവിക്കുന്ന എന്താണ്? വെൻ ടു ബോഡീസ് റബ്, the body electrons are transferred from a body with a lower work function to a body with a higher work function. When two bodies are rubbed, electrons are transferred from a body with a lower work function to a body with a higher work function. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിൽ നിന്നും, അതായത് വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞൊരു വസ്തുവിൽ നിന്നും, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഒരു ആറ്റത്തില് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസുമായിട്ട് വീക്ക്ലി ബൗണ്ടഡ് ആണ്. അപ്പൊ അവിടെ എത്രമാത്രം ബോണ്ടിങ് എനർജി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അതിന് വേണ്ട മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞ വസ്തുവിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വർക്ക് ഫംഗ്ഷൻ കൂടിയ വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് അവിടെ എന്ത് കിട്ടുന്നത്? ചാർജ് കിട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസിൽ വരുന്നത് ആവശ്യമുള്ള കുറച്ച് എലമെന്റുകൾ നമ്മൾ എഴുതുകയാണ്. ഗ്ലാസ്, വൂൾ, ഹ്യൂമൻ ഹെയർ, സിൽക്ക്, കോട്ടൺ, പാരഫിൻ വാക്സ്, plastic, then rubber. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ് ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസില് മുകളിലുള്ള എലമെന്റ്സിന് ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. താഴേക്ക് വരുന്തോറും ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലാസ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യാന്ന് വിചാരിക്കുക. ഗ്ലാസ് സീരീസിൽ മുകളിൽ വരുന്നതാണ്, സിൽക്ക് താഴെ വരുന്നതാണ്. ഗ്ലാസിന് എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ ഇതിൽ നിന്നും ഇലക്ട്രോൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ അർത്ഥം ഗ്ലാസ് പോസിറ്റീവ്ലി ചാർജഡും സിൽക്ക് നെഗറ്റീവ്ലി ചാർജഡുമായിട്ട് മാറും. ഇങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം അവ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അവിടെ ഓർത്ത് വെക്കുക, എവിടുന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞ മെറ്റീരിയലിൽ നിന്നും വർക്ക് ഫംഗ്ഷൻ കൂടിയ മെറ്റീരിയലുകളിലേക്കാണ് ഇലക്ട്രോൺ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ചാർജിങ് ബൈ ഫ്രിക്ഷനിൽ ഓർത്ത് വെക്കുക. ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനാണ്. എല്ലാ മെറ്റീരിയൽസും ചാർജ് ചെയ്യാൻ നമുക്ക് ഫ്രിക്ഷണൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിന്റെ പാസേജ് അലോ ചെയ്യാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമുക്ക് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ മാത്രമേ ഏത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്ത് എന്താ സംഭവിക്കുക? നമ്മള് കണ്ടക്ടേഴ്സ് ആണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാം. പക്ഷേ കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ്? ഇലക്ട്രോൺസ് കുറച്ചുകൂടി ഫ്രീ ടു മൂവ് ആണ്, കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാൻ കണ്ടക്ടേഴ്സിന് സാധിക്കില്ല. അത് പെട്ടെന്ന് തന്നെ ന്യൂട്രലൈസ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റബ്ബിംഗ് യൂസ് ചെയ്യുന്നത്.
ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. When two bodies are rubbed, electrons are transferred from a body with a lower work function to a body with a higher work function. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഗ്ലാസും ബോളും റബ്ബ് ചെയ്താൽ ഏത് പോസിറ്റീവ് ആവും ഏത് നെഗറ്റീവ് ആവും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ സീരീസ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. Then second method ആണ് conduction. Conduction. First method charging by friction. Second method conduction. Conduction എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാനാണ് കണ്ടക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ നമുക്ക് കണ്ടക്ഷൻ പറ്റില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരികയാണ്. ഒരു ചാർജ്ഡ് ബോഡി നമ്മളൊരു അൺചാർജ്ഡ് കണ്ടക്ടറുമായിട്ട് എന്ത് ചെയ്യും? കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. അപ്പൊ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് മെത്തേഡ് ആണ്. കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് മെത്തേഡ് ആണ്. ഒരു അൺചാർജ്ഡ് ബോഡി ഒരു ചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് അൺചാർജ്ഡ് ബോഡിയിൽ നിന്നും ചാർജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ചാർജ്ഡ് ബോഡിയിൽ നിന്നും അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിൽ എന്തുണ്ട്? എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഒരു അൺചാർജ്ഡ് ബോഡിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതില് ചാർജിങ് ബൈ കണ്ടക്ഷനില് അവിടെ കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ആയിരിക്കും. നമ്മളൊരു നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡിയുമായിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അൺചാർജ്ഡ് ബോഡിക്ക് കിട്ടുന്ന ചാർജും നെഗറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയായിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ അൺചാർജ്ഡ് ബോഡിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ചാർജിങ് ബൈ കണ്ടക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? പിന്നെ charged body is brought into contact with an uncharged conductor. The charge flows from the charged body to the uncharged body. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. നമ്മൾ രണ്ട് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു, ചാർജിങ് ബൈ ഫ്രിക്ഷനും ചാർജിങ് ബൈ കണ്ടക്ഷനും. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് മെത്തേഡാണ്. Then തേർഡ് മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതും അതെ, നമ്മൾ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർജിങ് ബൈ കണ്ടക്ഷനും ഇൻഡക്ഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് മെത്തേഡാണ് നമ്മൾ പറഞ്ഞു. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. ഇപ്പോ ഇൻഡക്ഷൻ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളൊരു മെറ്റാലിക് സ്ഫിയർ കൺസിഡർ ചെയ്യാണ്. ഈ മെറ്റാലിക് സ്ഫിയർ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൺസിഡർ ചെയ്തോളൂ. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മെറ്റലിൽ നിന്നും ചാർജ് ഫ്ലോ ചെയ്യാൻ വേറെ പാത്തുകളൊന്നുമില്ല. ഇൻസുലേറ്റർ ആയിട്ടാണ് അത് കോണ്ടാക്ട് ഉള്ളത്. അപ്പൊ ചാർജ് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ബോഡിയിൽ ഒരു ബോഡി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ബോഡി ന്യൂട്രൽ ആവണമെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്? അതിലുള്ള ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും എണ്ണം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആണ് വേണ്ടത്. എങ്ങനെയാണെങ്കിൽ ബോഡി ന്യൂട്രൽ ആവണമെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബോഡിയുടെ അടുത്തേക്ക് നമ്മള് ഇതിപ്പോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റാലിക് സ്ഫിയർ, ഇതിന്റെ അടുത്തേക്ക് നമ്മളൊരു ചാർജ്ഡ് ബോഡി കൊണ്ടുവരികയാണ്. നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല പറഞ്ഞു, വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഏത് ചാർജ് വേണമെങ്കിലും എടുക്കാം. പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പൊ അതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചോളൂ. കൊണ്ടുവരുന്ന ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിലുള്ള പോസിറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്യും. അതുമൂലം ഇതില് പോസിറ്റീവ് ചാർജുകൾ ഈ സൈഡിലേക്കും നെഗറ്റീവ് ചാർജുകൾ ഈ സൈഡിലേക്കും ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ മെറ്റാലിക് ബോഡിയിൽ ഇപ്പോൾ ഓൾറെഡി എന്തായിട്ടുണ്ട്? ചാർജിന്റെ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ട്. പോസിറ്റീവ് ചാർജുകൾ ഈ സൈഡിലും നെഗറ്റീവ് ചാർജുകൾ ഈ സൈഡിലും. നമ്മൾ കൊണ്ടുവന്ന ബോഡി ഇവിടെ ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഇതിന്റെ ഈ എൻഡ് നമ്മൾ എർത്ത് ചെയ്യും. എർത്ത് എന്ന് പറയുന്നത് നല്ലൊരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യം വന്ന ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നല്ലൊരു ഇലക്ട്രോൺ ബാങ്ക് ആണ് ആര്? എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇതിലൂടെ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? എർത്തിലേക്ക് ഫ്ലോ ചെയ്യും.
അപ്പൊ നമ്മൾ ഇത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്ത് മാത്രമാണുള്ളത്? ആ ബോഡിയിലുള്ളത് കൂടുതലും ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ബോഡിയെ നമുക്ക് രണ്ട് മെറ്റാലിക് സ്ഫിയർ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ എർത്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല, വേറൊരു ബോഡി കൂടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ മെത്തേഡിൽ ചാർജ് ചെയ്യുന്ന വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ് ഏത്? ഇൻഡക്ഷൻ. ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മെറ്റാലിക് സ്ഫിയർ ആണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവരികയാണ്. അതിന്റെ ഫലമായിട്ട് അവിടെ ചാർജിന്റെ ഒരു സെപ്പറേഷൻ വരും. അതിൽ നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ചാർജ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനായിട്ട് അവശേഷിക്കുന്നത്. അപ്പൊ ഈ മെത്തേഡിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതൊരു വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ്? ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നപ്പോൾ ബോഡിക്ക് കിട്ടിയ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വരെ എന്താണ്? ഓപ്പോസിറ്റ് കൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യപ്പെടുന്നത്. കണ്ടക്ഷനിൽ എങ്ങനെയായിരുന്നു? സെയിം ടൈപ്പ് ആയിട്ടാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇവിടെ വരുന്നത് ഓപ്പോസിറ്റ് ടൈപ്പ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൽ പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് ബോഡികൾ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രോൺസ് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ ഡയറക്റ്റ് കോണ്ടാക്ട് മെത്തേഡാണ്. അവിടെ ഒരു ബോഡി, ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ ചാർജ്ഡ് ബോഡിയിൽ നിന്നും അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. മൂന്നാമത്തതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ വിത്തൗട്ട് കോണ്ടാക്ട് മെത്തേഡ്. ഇതിലെന്താ സംഭവിക്കുന്നത്? അൺചാർജ്ഡ് ബോഡി ഈസ് ചാർജ്ഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എ ചാർജ്ഡ് ബോഡി. ഒരു അൺചാർജ്ഡ് ബോഡി ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസിൽ ചാർജ് ചെയ്ത മെത്തേഡാണ് ഇത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. രണ്ടുമുള്ള വ്യത്യാസം ഓർത്തേക്ക്, ഒന്നില് സെയിം ടൈപ്പ് ചാർജ് ആണ് ഫോം ചെയ്യുക, മറ്റതില് ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജ് ആണ് ഫോം ചെയ്യുക. ഇത് ചെറിയൊരു കാര്യം കൂടി നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജിന്റെ പ്രോപ്പർട്ടീസ്. ഒരു 3 പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതില് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ചാർജസ് ആർ അഡിറ്റീവ്. അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡിവിജ്വൽ ചാർജിന്റെ സം ആയിരിക്കും. അതിപ്പോ ഒരു ബോഡിയിൽ കുറെ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, പോസിറ്റീവോ നെഗറ്റീവോ ഏതോ ആവാം. ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിലുള്ള ഓരോ ചാർജും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ ടോട്ടൽ ചാർജ് കിട്ടും. ചാർജ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് Q. അപ്പൊ ടോട്ടൽ ചാർജ് നമുക്ക് ക്യാപിറ്റൽ Q എടുക്കാം, ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര പ്ലസ് Qn. അവിടുത്തെ ഇൻഡിവിജ്വൽ ചാർജിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ചാർജോ പോസിറ്റീവ് നെഗറ്റീവോ എങ്ങനെ വേണമെങ്കിലും വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോഡി ന്യൂട്രൽ ആവണമെങ്കിൽ എന്ത് വേണം? ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും വേണം. ആഡ് ചെയ്യുമ്പോൾ സം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെ ബോഡിയുടെ ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വൽ ചാർജിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അഡിറ്റീവ്. ചാർജസ് ആർ അഡിറ്റീവ്. ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ second one, charges are conserved. Charges are conserved. First one എന്തായിരുന്നു? Charges are additive. Second one, charges are conserved. Conserved എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. Charges can neither be created nor be destroyed but can be transferred from one body to another. നമ്മൾ ഇതുവരെ ചാർജിങ്ങിന്റെ 3 മെത്തേഡ് പഠിച്ചു ഇല്ലേ? ആ മെത്തേഡിലൊക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഒരു ബോഡിയിൽ നിന്നും ചാർജ് എന്ത് ചെയ്യാണ്? മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പുതുതായിട്ട് വല്ലതും ഉണ്ടായി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ദെൻ തേർഡ് വൺ, നമുക്ക് കുറെ കൂടി ആവശ്യം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തേർഡ് പ്രോപ്പർട്ടി. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ആവശ്യം വരാറുണ്ട്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്.
ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് നമുക്ക് Q എന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ബേസിക് ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ബേസിക് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് ബേസിക് ചാർജ്. ബേസിക് ചാർജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോൺ. ദി ടോട്ടൽ ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് അതിനെ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. എന്താണ് ഇന്റിജർ മൾട്ടിപ്പിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആണ്. അതായത് ഒരു ബോഡിയുടെ ചാർജ് 1 ഇലക്ട്രോൺ, 1 കൂളോം, 2 കൂളോം, 1 ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ മൾട്ടിപ്പിൾസ് 1 2 3 4 അങ്ങനെ ഇലക്ട്രോണിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരാം. ഒരിക്കലും എന്ത് വരില്ല? 0.6 ഇലക്ട്രോൺ, 0.5 ഇലക്ട്രോൺ, അങ്ങനെ ഒരു ഫ്രാക്ഷൻ വരില്ല. എപ്പോഴും എന്തേ വരുള്ളൂ? ഒരു ഹോൾ നമ്പർ ആയിട്ട് മാത്രമേ ഇലക്ട്രോൺസിന്റെ ഒരു ബോഡിയുടെ ചാർജ് വരികയുള്ളൂ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ചാർജിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ചാർജ് ചെയ്യാനുള്ള 3 മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? ചാർജിങ് ബൈ ഫ്രിക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ചാർജിന്റെ 3 പ്രോപ്പർട്ടീസ്. ചാർജ് ഈസ് അഡിറ്റീവ്, കൺസേർവ്ഡ് ആൻഡ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ് എന്നുള്ളത് ഒന്നുകൂടി ഓർത്ത് വയ്ക്കാൻ നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും. അതായത് ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. താങ്ക് യു.